Rolling. Action. Oral hygiene. ഓറൽ ഹൈജീൻ ഡെന്റിസ്ട്രിയിലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യമാണ് ഓറൽ ഹൈജീൻ. ഓറൽ ഹൈജീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പല്ലുകളുടെ സംരക്ഷണമുണ്ട്, മോണയുടെ സംരക്ഷണമുണ്ട്, നാവിൻ്റെ സംരക്ഷണമുണ്ട്, കവിളിൻ്റെ സംരക്ഷണമുണ്ട്. ഇത് ഞാൻ ഇങ്ങനെ പറയാനുള്ള കാര്യം, ഇതെല്ലാം ഓരോരോ രീതിയിൽ കെയർ കൊടുക്കേണ്ട കാര്യം തന്നെയാണ്. മോണരോഗം, പല്ലിന് കേടുവരിക, പല്ലുവേദന വരിക, നാക്കിൽ വെള്ളപ്പാടുകൾ വരിക, ഇതെല്ലാം ഓറൽ ഹൈജീൻ്റെ പ്രോബ്ലം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസം വരൂ. പല്ല് കേടാവാതിരിക്കണമെങ്കിൽ നമ്മൾ വൃത്തിയായി ബ്രഷ് ചെയ്യണം, നമ്മൾ ഡെന്റിസ്റ്റിൻ്റെ ചെക്കപ്പ് വേണം. ഇത് ഞാൻ പ്രത്യേകം പറയും, കാരണം എല്ലാവരും ബ്രഷ് ചെയ്യും, മിക്കവാറും പേരും ഫ്ലോസ് ചെയ്യും, മിക്കവാറും പേരും വേദന വരുമ്പോൾ ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകും. അതിനകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം വേദന വരുമ്പോഴല്ല ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് പോകേണ്ടത്, മറിച്ച് റെഗുലറായി 6 മാസത്തിലൊരിക്കലോ വർഷത്തിലൊരിക്കലോ ഡെന്റൽ ചെക്കപ്പ് ചെയ്തിരിക്കണം. ഒരാൾ ഓറൽ ഹൈജീൻ ശ്രദ്ധിക്കേണ്ട നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുക. ഓറൽ ഹൈജീനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്ന കാര്യം പറയണത്? നമുക്ക് 2 സൈഡ് ഉണ്ട്, ഏതർ റൈറ്റ് ഓർ ലെഫ്റ്റ്. മിക്കവാറും പേരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സൈഡ് ഫോക്കസ് ചെയ്തായിരിക്കും കഴിക്കുക. അതായത് നമ്മൾ ചോറ് കഴിക്കുമ്പം ചോറിൽ ചിലപ്പോൾ ലെഫ്റ്റിലായിരിക്കാം അല്ല റൈറ്റിലായിരിക്കാം, പക്ഷേ നിങ്ങൾ അതിൻ്റെ കൂടുതൽ ചിക്കൻ എടുത്ത് വായിൽ വെക്കുമ്പോൾ അത് മോസ്റ്റ്ലി നിങ്ങളുടെ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് പോകുള്ളൂ. അതായത് നിങ്ങൾ ചവയ്ക്കുമ്പം ഏതെങ്കിലും ഒരു സൈഡ് യൂണിലാറ്ററൽ ചൂയിങ് ആയിരിക്കും നിങ്ങൾക്ക് യൂഷ്വലി ഉണ്ടാവുക. അങ്ങനെയുള്ള പോലെ പ്രോബ്ലം നമ്മുടെ ഭക്ഷണം കുറേ ഫൈബേഴ്സ് ഉള്ള ഫുഡുണ്ട്, സ്റ്റിക്കി ആയിട്ടുള്ള ഫുഡുണ്ട്. അപ്പോൾ നമ്മൾ ചവയ്ക്കുന്ന സമയത്ത് പല്ലിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ തന്നെ നമ്മുടെ പല്ല് നാച്ചുറലി ക്ലീനിങ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരു സൈഡ് കൊണ്ട് ചവയ്ക്കാതിരിക്കുമ്പോൾ ആ സൈഡിലെ പല്ലിന്റെ പുറമേയുള്ള നാച്ചുറൽ ക്ലീനിങ് നടക്കത്തില്ല. അവിടുത്തെ പല്ലിന്റെ സർഫസ് ഗ്രാജുവലി റഫ് ആവും, അവിടെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുന്നത് കട്ടി പിടിച്ചിരിക്കും. ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ വായ കഴുകുക. വെസ്റ്റേൺ കൾച്ചറിൽ നമ്മൾ വായ കഴുകുന്നതോ ഭക്ഷണം ചവയ്ക്കുന്നതോ പുറത്താരും കേൾക്കാൻ പാടില്ല, അത് അവരുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. പക്ഷേ എൻ്റെ ഒരു രീതി വെച്ചിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പുറത്ത് കേട്ടില്ലെങ്കിലും വായ കഴുകുന്നത് പുറത്ത് കേൾക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം. ബിക്കോസ് വായിൽ ഭക്ഷണം പല്ലിൻ്റെ ഇടയിൽ ചെറിയ ചോറ് കയറിയിരിക്കാം, ചിക്കൻ കയറിയിരിക്കാം, ഇത് പോകുന്നത് ഭക്ഷണം കഴിച്ച് വായ കഴുകി തുടങ്ങുമ്പോഴാണ്. ഈ വായ കഴുകുമ്പം അത്യാവശ്യം എയർ ഉണ്ടാവണം, വാട്ടർ ഉണ്ടാവണം, വായ നിറയെ വെള്ളം എടുത്തിട്ട് കുഴിയാൻ നിൽക്കരുത്. ഒരിക്കലും പല്ല് ക്ലീൻ ആവില്ല. എല്ലാവരും പറയും ഞാൻ ഭക്ഷണം കഴിച്ച് 4 തവണ വായ കഴുകും, പക്ഷേ അതിനകത്ത് യാതൊരു കാര്യമില്ല. വായ കഴുകുന്ന സമയത്ത് വായിൽ എയർ ഉണ്ടാവണം, വാട്ടർ ഉണ്ടാവണം, വായ കഴുകുന്ന സൗണ്ട് നിങ്ങൾക്കെങ്കിലും വൃത്തിയായിട്ട് കേൾക്കാൻ പറ്റണം. മിനിമം ഓഫ് 3 ടൈംസ് എങ്കിലും ഭക്ഷണം കഴിച്ചിട്ട് വായ കഴുകുക. തേർഡ് പോയിന്റ്, ബ്രഷിംഗ്. വായ കഴുകിയ ശേഷവും പല്ലിന്റെ ഇടയിലുള്ള മോണയുടെ ഭാഗത്തൊക്കെ ചെറിയ രീതിയിലൊക്കെ ഫുഡ് കയറിയിരിക്കും. ഇത് പോകാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മളുടെ ബ്രഷ്. ഇത് പ്രോപ്പറായിട്ട് മോണയുടെ സൈഡിൽ നിന്ന് പല്ലിൻ്റെ അടുത്തേക്ക് ബ്രഷ് കറങ്ങുന്ന രീതിയിൽ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ പല്ലിൻ്റെ ഇട വൃത്തിയാകും. അതായത് നമ്മൾ മുറ്റം അടിക്കുന്ന സമയത്ത് 2 സൈഡിലേക്കോ നേരെ താഴോട്ടും മുകളിലോട്ടും അല്ല ചെയ്യുക, ഒരു സൈഡിലേക്കാണ് എപ്പോഴും നമ്മൾ അഴുക്ക് മാറ്റുന്നത്. അതേപോലെ ബ്രഷ് ചെയ്യുമ്പോഴും മോണയുടെ അടുത്തുനിന്ന് പല്ലിൻ്റെ ഇടയിലുള്ള അഴുക്കിനെ പുറത്തേക്ക് കളയണമെങ്കിൽ മോണയുടെ സൈഡിൽ നിന്ന് പല്ലിൻ്റെ അടുത്തേക്ക് ബ്രഷ് റൊട്ടേറ്റ് ചെയ്ത് സ്ക്രൂ ഡ്രൈവർ എത്തിയിരിക്കുന്നത് പോലെ പുറത്തേക്ക് ബ്രഷ് ചെയ്ത് ക്ലീൻ ചെയ്യാം. ആൻഡ് ദ ഫോർത്ത് പോയിന്റ്, നമ്മൾ ആരും ചെയ്യാത്ത കാര്യം, മേ ബി നല്ലൊരു ഡെന്റൽ ക്ലിനിക്കിൽ പോയി നല്ലൊരു ഡെന്റൽ എഡ്യൂക്കേഷൻ കിട്ടിയ പേഷ്യൻസ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് ഫ്ലോസിങ് ഓർ വാട്ടർ ഫ്ലോസിങ്. ഫ്ലോസിങ് എന്തുകൊണ്ടും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് എൻ്റെ ഡെന്റൽ ജേർണിയിൽ അറൗണ്ട് ഒരു 8 to 10 years ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാരുടെ പല്ലിലെ കേട് പല്ലിൻ്റെ ഇടയിലാണ് വരുന്നത്. പല്ലിൻ്റെ കടിക്കുന്ന ഭാഗങ്ങളിൽ കേട് വരുന്നത് കുറവാണ്, ഇല്ല എന്നല്ല, പല്ലിൻ്റെ ഇടയിൽ കേട് വരുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതലും. അവർ പറയുന്ന സ്റ്റോറി ഇതാ, ഡോക്ടറെ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ പല്ലിൽ കേടൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്നലെ ഞാനൊരു മുറുക്കെടുത്ത് കടിച്ചപ്പോൾ പല്ലിൻ്റെ ഒരു ഭാഗം പൊട്ടിപ്പോയി. എന്തുകൊണ്ട്? നമ്മുടെ പല്ലിൻ്റെ ഷേപ്പ് ഏകദേശം ഇതുപോലെ, എല്ലാ പല്ലിൻ്റെ ഇടയിലും ഒരു ട്രയാങ്കുലർ ഷേപ്പ് ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ മോണ ഇരിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഈ പറയണ സ്മോൾ സ്പേസസിൽ എപ്പോഴും ലോഡ് ചെയ്തിരിക്കും. ഇത് ഇവിടെ ഇരിക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്താൽ ഒരു പരിധി വരെ പോകെങ്കിലും ഒരു അല്പം ഫുഡ് ഇതിൻ്റെ ഇടയിൽ ഇരിക്കാം. നമ്മുടെ വീട്ടമ്മമാരും ചില അച്ഛന്മാരും ചെയ്യുന്ന ഒരു കഥയാണ്, അവർ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ സ്മെല്ല് വരുമ്പോൾ പിന്ന്, ടൂത്ത് പിക്ക്, ചന്ദനത്തിരിയുടെ പുറകിലുള്ള ഭാഗം, നമ്മുടെ ഗുളികകളുടെയൊക്കെ ബാക്കിലത്തെ സ്ട്രിപ്പ് ഇളക്കുക, ഇതൊക്കെ വെച്ച് പല്ലിനിടെ കുത്തും. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം, ഈ കാണുന്ന ഭാഗം, ഈ പറഞ്ഞ ട്രയാങ്കുലർ സ്പേസിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ കേടുവരും, മുകളിൽ ഒരു കേടും കാണില്ല. വൺസ് ഇതിങ്ങനെ ഇത്രയും ഭാഗം പൊള്ളയായ ശേഷം മുകളിൽ നിന്ന് കടിക്കുമ്പോൾ ഈ പല്ല് പൊട്ടിപ്പോകും. ഇതാണ് നേരത്തെ പറഞ്ഞ സ്റ്റോറി. ഡോക്ടറെ കഴിഞ്ഞ ആഴ്ച വരെ എൻ്റെ പല്ലിൽ കേടൊന്നുമില്ലായിരുന്നു, ഇന്നലെ ഒരു മുറുക്ക് കഴിച്ചപ്പം പല്ല് പൊട്ടിപ്പോയി. ഇങ്ങനെ പല്ലിൻ്റെ ഇടയിലുള്ള ചെറിയ സ്പേസസിൽ ഫുഡ് പോകണമെങ്കിൽ അതിന് ഒരേ ഒരു വഴി ഫ്ലോസിംഗ് ആണ്. എയ്തർ വാട്ടർ ഫ്ലോസിംഗ് ഓർ നോർമൽ ഡെന്റൽ ഫ്ലോസ്.
ഇത് യൂസ് ചെയ്യുവാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് മോണരോഗം വരില്ല.